ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫില്ലിങ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പോൾ വിഷമിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക 99 പോർട്ടലിൻ്റെ ആ ഒരു എഫക്റ്റാണ് ഇപ്പോൾ അവരുടെ ആ ഒരു എനർജിയിൽ കാണുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അവർ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാണ്. എന്തോ ഒരു കാര്യം അത് നിങ്ങളോട് പറയുന്നില്ലായിരിക്കാം ചിലപ്പോൾ. കാരണം ഒന്ന് അവസാനിച്ചാൽ മാത്രമേ മറ്റൊന്നിന് തുടക്കം കുറിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്തോ ഒന്ന് അവസാനിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആ ഒരു എഫക്റ്റാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയിൽ കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇമോഷണലി വളരെ ഹൈ ആണ്. ഇവിടെ റൊമാൻറ്റിക് എനർജിയോ അല്ല എങ്കിൽ സാഡായിട്ടുള്ള എനർജിയോ അല്ല, ഇവിടെ അഗ്രഷനാണ്. അതായത് കാളിമ എങ്ങനെയാണ് ദേഷ്യത്തിൽ വരുന്നില്ല, അതേപോലെ ഉള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തോ ഒന്ന് അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവർ ഈ ഒരു അഗ്രഷനായിട്ടുള്ള എനർജിയിൽ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഡെസ്റ്റിനി ഇവരെ പറഞ്ഞു വിട്ടത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഇവർക്ക് പല കാര്യങ്ങളും ക്ലെൻസ് ഔട്ട് ചെയ്യേണ്ടി വരും, അതായത് റിലീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു എനർജിയിലുള്ളത്. അതായത് കർമ്മ ക്ലെൻസ് ഔട്ട് ആക്കുക, കർമ്മ റിലീസാക്കുക. ഇവിടെ ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് ഇവരുടെ അതർ സിറ്റുവേഷൻ ആണ് എങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് ക്ലെൻസ് ഔട്ട് ആകും, റിലീസാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വൈബ് എന്ന് പറയുന്നത് ഇമോഷണൽ ലെവലിൽ ഭയങ്കരമായിട്ടൊരു അഗ്രഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ആത്മാവ് എന്താണ് ഇവരോട് പറയുന്നത് അതനുസരിച്ച് കേട്ട് മൂവ്മെൻറ്റിലോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ ഇനി സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഇവരുടെ ലൈഫിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. എന്ത് കാര്യമാണോ ഡെസ്റ്റിനി ആയിട്ടുള്ളത് ആ ഒരു കാര്യമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുമായിട്ട് ഒന്നാവണമെന്നാണ് ഡെസ്റ്റിനി ആയിട്ടുള്ളത് എങ്കിൽ അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻസോടെ ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ ഇവിടെ ഒരു സിറ്റുവേഷൻ എന്തായാലും എൻഡ് ആകും, പക്ഷേ അത് റൈറ്റ് ആയിട്ടുള്ള ടൈമിലായിരിക്കും എൻഡ് ആകുന്നത്. ഇവിടെ കുറച്ച് സമയമെടുക്കുമെങ്കിലും റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ അത് എൻഡ് ആകും. സക്സസിൻ്റെ വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്തത് അത് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൺ കാർമിക് സൈക്കിളിൽ നിന്ന് റിലീസ് ആവാൻ പോവുകയാണ്. ഇവർ സ്വയമാണ് ഈ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് പോകുന്ന ആ ഒരു വൈബ്രേഷനിലാണ് ഇവർ. അതായത് എങ്ങനെയെങ്കിലും കാർമിക്കിനെ ഇവരുടെ ജീവിതത്തിൽ റിലീസാക്കണം. അതിനു വേണ്ടിയാണ് ഇവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫാമിലി സിറ്റുവേഷനിലാണ് കൂടുതലായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണോ, എന്തൊക്കെ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനാണോ അത് റിലീസാവാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 99 പോർട്ടലിനുള്ളിൽ തന്നെ പല ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരും റിലീസാകുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കോണ്ടാക്റ്റിലുള്ളവർ കോണ്ടാക്റ്റിൽ തന്നെ ഇരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഗുഡ് ന്യൂസാണ്, മദർ ഗായുടെ ബ്ലെസ്സിങ് ഉണ്ട്. പക്ഷേ കുറച്ച് ഫൈനാൻഷ്യൽ ഇഷ്യൂ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒന്നുകിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂ ആണ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ, അല്ല എങ്കിൽ മെൻ്റൽ കോൺഫ്ലിക്റ്റ്, അതായത് ഫാമിലി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതായിട്ടും അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഇമോഷണലി വിഷമം ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇവിടെ പ്രോബ്ലം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ ഇപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലാണ് ഉള്ളത്. ചിലപ്പോൾ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ വഴക്കിടുകയും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് മാറി നിങ്ങൾ തമ്മിൽ ഒന്നാവാനുള്ള ചാൻസും കൂടുതലാണ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ നോക്കുമ്പോൾ. അതായത് തേർഡ് പാർട്ടിയുമായിട്ട് വഴക്കിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരികയും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അകൽച്ചയെല്ലാം മാറുകയും ചെയ്യുന്നതാണ്. 48 അവേഴ്സും നിങ്ങൾ തമ്മിൽ നല്ല ഒരു എനർജിയിലായിരിക്കും പോവുക. ഒരു പ്രശ്നവും നിങ്ങൾക്കിടയിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതാണ് കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോഴും നിങ്ങൾക്ക് യൂണിയൻ ആവാനുള്ള സമയം ആയിട്ടില്ല. കോളോ മെസ്സേജോ വരുവാനുള്ള 28 അവേഴ്സ് വളരെ ഹെവി ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇവർ വീണ്ടും നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്നു. അതായത് ആഗ്രഹമുണ്ട് മനസ്സിൽ, പക്ഷേ ഡിസ്റ്റൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു മനഃപൂർവ്വമായിട്ട്.
ഇവിടെ ഇവർ നിങ്ങൾക്ക് വേണ്ടി പൊസസീവും പ്രൊട്ടക്റ്റീവുമാണ്. പക്ഷേ എന്തോ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉള്ളത് കാരണം മനഃപൂർവ്വമായിട്ട് ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒത്തിരി മുള്ളുകൾ നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങൾക്കിടയിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അവർ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഷൻ കൂടുതലായിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഒന്നാമത് ഇവരുടെ വിഷൻ ക്ലിയർ അല്ല. മൈൻഡിൽ ഒത്തിരി സ്ട്രെസ് ഉണ്ട് ഇവർക്ക്. പക്ഷേ നിങ്ങൾക്കിടയിൽ സംസാരമുണ്ടാകും. പക്ഷേ കുറച്ച് സമയം എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ലക്കി വൺസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ 5 മണിക്കൂർ തൊട്ട് 28 മണിക്കൂറിനുള്ളിൽ കോളോ മെസ്സേജോ വരികയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം. ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഡോണ്ട് സ്റ്റോപ്പ്. ഒരിടത്ത് നിൽക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. ആൾക്കാർക്ക് സഹായം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുക. ഒരിടത്ത് നിൽക്കാൻ പാടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഒരു വർഷമായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം വീണ്ടും വെയിറ്റ് ചെയ്യുവാനെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഒരിക്കലും സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കാൻ പാടില്ല നിങ്ങൾ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ ഒരു വർഷത്തിന് പുറമേ ആയിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് ചെറുതായിട്ട് ചാൻസ് ഉണ്ടാവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന സമയം കോളോ മെസ്സേജോ നിങ്ങളുടെ പേഴ്സൻ്റേത് വരുവാനുള്ള ചാൻസും കൂടുതലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ വരാൻ പോകുന്ന സമയം അതായത് 1-2 ദിവസത്തിനുള്ളിൽ വന്നില്ല എങ്കിൽ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുവാനെന്നും കൂടെയാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഞാൻ ട്രാപ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്, എനിക്കിതിൽ നിന്ന് പുറത്ത് വരണം, എൻ്റെ പേഴ്സൻ്റെ ഒരു വിവരവുമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ നല്ല ഒരു ടാരോ റീഡിനെ കൊണ്ട് പേഴ്സണൽ റീഡിങ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതനുസരിച്ച് കേൾക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ജോത്സ്യനോ എന്തായിക്കൊള്ളട്ടെ, നിങ്ങൾ ഇങ്ങനെ ഒരു വർഷം വരെ നിന്നിട്ട് വീണ്ടും നിങ്ങൾ നിന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ വെറുതെ നിന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഒരു വർഷമായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു വിവരവുമില്ല, ഈ പറഞ്ഞ മണിക്കൂറിനുള്ളിൽ കോളോ മെസ്സേജോ വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ ആ ഒരു ജാതകം കൊണ്ട് നോക്കിയോ അല്ലെങ്കിൽ ടാരോ റീഡിങ്ങോ ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. നിങ്ങളിങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷനിലാണ്, എനിക്ക് അതിന് പോകണോ അതോ ഞാൻ ഈ സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കണോ. അതായത് നിങ്ങൾക്കിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരിക്കും, പക്ഷേ അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരും. പക്ഷേ നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് ഡോണ്ട് സ്റ്റോപ്പ്. നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നെങ്കിൽ അത് പോവുക, അല്ലാതെ നമ്മൾ വെറുതെ സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കാൻ പാടില്ല. കൂടാതെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് ടൈം തരുന്നില്ല, നിങ്ങളെയും കാട്ടി കൂടുതൽ വില കൽപ്പിക്കുന്നത് അവർ മറ്റൊരാൾക്കാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പാർട്ട്ണറിനെയും കാട്ടി കൂടുതൽ ടൈം തരുന്ന ഒരാൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് ചൂസ് ചെയ്യുക. ഒരിക്കലും ഒരിടത്തും നിൽക്കാൻ പാടില്ല, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അതാണ് ഏഞ്ചൽസും പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.